കനത്ത മഴയെ തുടർന്ന് തൃശൂർ കോർപ്പറേഷനുള്ളിലെ മേൽക്കൂര പറന്നുണ്ടായ അപകടത്തിൽ ഇപ്പോൾ പ്രതിഷേധം കടുക്കുകയാണ്. പ്രതിപക്ഷ കൗൺസിലർമാർ സെക്രട്ടറിയെ ഉപരോധിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി. ജേസൺ, വലിയ ഹോർഡിങ്ങുകളാണ്, മേൽക്കൂരയാണ് തകർന്ന് താഴേക്ക് വീണത്. വലിയൊരു അപകടമായിരുന്ന സംഭവമാണ്. ചില വാഹനങ്ങൾക്ക് കേടുപാട് പറ്റി, ആളുകൾക്കൊന്നും പറ്റിയില്ല എന്നുള്ള ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഇപ്പോൾ എന്താണ് പ്രതിഷേധക്കാർ പറയുന്നത്? സ്മൃതി, തീർച്ചയായും ഇന്നലെ അതീവ ഗുരുതരമായൊരു സാഹചര്യമായി തൃശ്ശൂർ നഗരത്തിലുണ്ടായിരുന്നത്. കാറ്റിലും മഴയിലും തൃശ്ശൂർ കോർപ്പറേഷന്റെ കമേഴ്ഷ്യൽ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഏകദേശം 4000-ഓളം കിലോഗ്രാം തൂക്കം വരുന്ന വലിയ മേൽക്കൂരയാണ് താഴേക്ക് 5 നില കെട്ടിടത്തിന് താഴേക്ക് പതിച്ചത്. അതീവ അപകടകരമായ ഒരു സാഹചര്യം എന്ന് പറയാം. പക്ഷേ ആർക്കും പരിക്കുണ്ടായില്ല എന്നതും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചില്ല എന്നതും മാത്രമാണ് ആശ്വാസം. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിപക്ഷ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ തൃശ്ശൂർ കോർപ്പറേഷൻ സെക്രട്ടറിയെ ഉപരോധിക്കും. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. കഴിഞ്ഞ കുറച്ച് നേരമായി അവരുടെ ഉപരോധം തുടരുകയാണ്. മേയർ സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് കോർപ്പറേഷൻ സെക്രട്ടറി ഉപരോധിക്കുന്നത്. ഇന്നലത്തെ ആ ദൃശ്യങ്ങൾ കണ്ട എല്ലാവരും ഒറ്റ വാക്കിൽ പറഞ്ഞു പോകും, അത്ഭുതം, ഭാഗ്യം എന്ന 2 വാക്കുകളിൽ മാത്രം പറയുന്ന ഒരു അവസ്ഥയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അത്രയേറെ അപകടകരമായ ഒരു സാഹചര്യം. തൃശ്ശൂർ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴികൾ, തൃശ്ശൂർ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണ് മുനിസിപ്പൽ ഓഫീസിന്റെ മുൻവശം എന്ന് പറയുന്നത്. അത് തൃശ്ശൂർ നഗരത്തിൽ നിന്ന് ശക്തൻ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് ഉൾപ്പെടെ വൈകിട്ട് ആളുകൾ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയിൽ വലിയ ഒരു മേൽക്കൂര തകർന്നു വീഴുന്നു എന്നതായിരുന്നു ഇന്നലെ സംഭവിച്ചത്. പക്ഷേ ആർക്കും പരിക്ക് പറ്റിയില്ല. ഇപ്പോൾ പ്രതിപക്ഷ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കോർപ്പറേഷൻ മേയർ സെക്രട്ടറി ഉപരോധിക്കുന്ന എന്താ നിങ്ങളുടെ ആവശ്യം? നടപടി മാത്രമേ ഉള്ളൂ. എന്താ ആവശ്യം? ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണം, മേയർ രാജിവെക്കണം. ഇത് 1 മാസം മുമ്പ് തൃശൂർ കോർപ്പറേഷന്റെ മൂക്കിന് താഴെയുള്ള കെട്ടിടത്തിന്റെ മുകളിൽ ഈ ഷീറ്റ് അടർന്നു വന്ന് അന്ന് പത്രങ്ങളിലെ വന്ന അന്നത്തെ ഒരു ദിനപത്രത്തിൽ വാർത്ത വന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഫോട്ടോ സഹിതം കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്ക് സമർപ്പിച്ചു. യാതൊരു നടപടികളും സ്വീകരിച്ചില്ല. 2 ഉദ്യോഗസ്ഥരെ വിട്ട് 1 മാസം മുമ്പ് പുറത്തേക്ക് വന്നിരുന്ന കാല് അകത്തേക്ക് വലിച്ചു വെച്ചു എന്നല്ലാതെ യാതൊരു നടപടികളും സ്വീകരിച്ചില്ല. അറിഞ്ഞിട്ടും അറിയാതിരുന്ന തൃശൂർ ജനതയുടെ ജീവന് പുല്ലുവില കൽപ്പിക്കുന്ന കോർപ്പറേഷൻ സെക്രട്ടറി ഇനിയുടെ യോഗം നടത്തണ്ട, ഒരു യോഗം നടത്താൻ സമ്മതിക്കില്ല. കൃത്യമായി ബന്ധപ്പെട്ടവരെ സസ്പെൻഡ് ചെയ്യണം, മേയർ രാജിവെച്ച് പുറത്തു പോകണം. ഏതായാലും ശക്തമായ പ്രതിപക്ഷ കൗൺസിലർമാരുടെ സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. കോർപ്പറേഷൻ സെക്രട്ടറിയുടെ യോഗം ചേരുകയായിരുന്നു കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ. അതിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ കൗൺസിലർമാർ ഇപ്പോൾ ഈ ഹാളിലേക്ക് ഇരച്ചു കയറുകയും കോർപ്പറേഷൻ സെക്രട്ടറിയെ ഉപരോധിക്കുകയും ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഇന്നലത്തെ ആ കാഴ്ച എന്നത് ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു. നിരവധി പേർക്ക് ജീവഹാനി പോലും സംഭവിക്കാവുന്ന ഒരു അവസ്ഥ ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷേ ആരുടെയും ദേഹത്ത് വീഴാത്തതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇത്രയും ശാന്തമായി തൃശ്ശൂർ കോർപ്പറേഷൻ കൗൺസിൽ ഹാളും അതുപോലെ തന്നെ പരിസരമൊക്കെ ഇരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയും. അത്രയേറെ ഒരു ദുരന്തം എന്ന നിലയിലേക്ക് പോലും എത്തിച്ചേരാവുന്ന ഒരു സംഗതിയാണ് ഉണ്ടായത്. പക്ഷേ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോർപ്പറേഷനിലെ പ്രതിപക്ഷ കൗൺസിലർമാർ കോർപ്പറേഷൻ സെക്രട്ടറി ഉപരോധിക്കുന്നത്. ശരി, നേരത്തെ ഒരു തവണ അപകടം ഉണ്ടായതാണ്, എന്നിട്ടും ഒരു ശ്രദ്ധ കാണിച്ചില്ല എന്നുള്ളതാണ് പ്രതിഷേധക്കാർ പറയുന്ന കാരണം. ഇപ്പോൾ സെക്രട്ടറി ഉപരോധിക്കുന്ന ദൃശ്യങ്ങളാണ് തൃശ്ശൂരിൽ കാണുന്നത്. ജേസൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.